ചില ബന്ധങ്ങൾ നല്ല രീതിയിൽ തുടരുമ്പോൾ ചില ബന്ധങ്ങൾ വളരെ പരിതാപകരമായ രീതിയിൽ പോകുന്നത് നമുക്ക് കാണാനായി. എന്തുകൊണ്ടാണത്? ബന്ധങ്ങളിലെ താളമാണ് അതിലെ കാരണം. താളത്തെ കൈകാര്യം ചെയ്യുന്ന രീതി, അതിനനുസരിച്ച് ബന്ധങ്ങൾ നിലനിൽക്കും. നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ്: റിഥം ഓഫ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് പീസ് വെൻ വി ലേൺ ടു ഫ്ലോ വിത്ത് അതേഴ്സ്, നോട്ട് കൺട്രോൾ ദം. ബന്ധങ്ങളുടെ താളം. ഓരോ മനുഷ്യരും വ്യത്യസ്തമായ ബോധതാളങ്ങളിലും സ്വഭാവത്തിലും ജീവിതക്രമത്തിലുമാണ് നിലകൊള്ളുന്നത്. ഈ വൈവിധ്യങ്ങളെ അംഗീകരിച്ച് മറ്റുള്ളവരെ നമ്മുടെ താളത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തെയും വ്യത്യസ്തതയും സ്വീകരിച്ച് അനുരൂപപ്പെടാൻ പഠിക്കുമ്പോഴാണ് ബന്ധങ്ങളിൽ യഥാർത്ഥ സ്നേഹവും സമന്വയവും ശാന്തിയും സൗന്ദര്യവും വിരിയുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതത്തില് മനുഷ്യൻ എപ്പോഴും നിലനിർത്തേണ്ടത് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ബന്ധങ്ങൾ എന്നുള്ളത്. ബന്ധങ്ങളില്ലാതെ ഒരു ജീവി എന്നുള്ള രീതിയിൽ ഇവിടെ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. എല്ലാ ജീവികളും അവയുടെ പരിസരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പക്ഷെ സമാനമായ ജീവജാലങ്ങളോട് അവർ വല്ലാതെ ഇഴുകി ജീവിക്കുന്നു. പ്രത്യേകിച്ചും അവർക്ക് അവരുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിനിമയം സാധ്യമാകുക ഈ വിധത്തിലുള്ള സമാന ബന്ധങ്ങളിലൂടെ, സമാന സത്തകളോടുള്ള ബന്ധങ്ങളിലൂടെയാണ്. അത് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് എല്ലാവർക്കും ജീവിതത്തിലെ പല ഡയമെൻഷൻസ്, അതിലൊരു പ്രധാനപ്പെട്ട ജീവിതാവസ്ഥയാണ് സാമൂഹ്യ ജീവിതം എന്നുള്ളത്. ആധുനിക ലോകത്ത് സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സിന്റെ ഉറവിടമാണ്. അതുകൊണ്ടാണ് നമുക്ക് സഹജീവിയോട് മത്സരിക്കാൻ കഴിയുന്നത്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ലഭിക്കാനുള്ള ഉറവിടമായിട്ട്, ഒരു ബാങ്ക് ആയിട്ട് നമ്മൾ സമൂഹത്തെ കാണുമ്പോൾ ആ സമൂഹത്തിൽ നിന്നും എത്രത്തോളം ഊറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മൾ അതിനെ സമീപിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സഹജീവിയോടുള്ള ആ ഒരു ബന്ധം ബന്ധം എന്ന് വെച്ചാൽ ഇഴുകി വഴുകി ഒഴുകി പോകാനുള്ള ആ ഒരു അവസ്ഥ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളോടും നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇടപെടൽ എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ചില ബന്ധങ്ങള് നമുക്കുണ്ടാവുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ ജനനം വഴി ഉള്ള ബന്ധങ്ങൾ. ജനനം വഴി ഞാൻ ഇവിടെ ജനിക്കുന്നു, എന്റെ അച്ഛനും അമ്മയായിട്ട് ബന്ധമുണ്ട്, എന്റെ സഹോദരങ്ങളായിട്ട് ബന്ധമുണ്ട്, എന്റെ പരിസരത്തുള്ള ജീവികളായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുടെ, ഇപ്പൊ വിവാഹം കഴിക്കുമ്പോൾ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളോട്, ജീവികളോട്, പരിസരത്തോട് ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഓരോ സത്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ട്. ഈ പുതിയ കാലത്ത് പേരിന് മാത്രമായിട്ട് ബന്ധങ്ങൾ പലരും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോ എന്റെ ഭാര്യയാണെന്ന് പറയാൻ വേണ്ടി ഒരാളെ കൊണ്ട് നടക്കുക. യഥാർത്ഥത്തിൽ അവരോടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന അവർ നമുക്ക് നൽകുന്ന റിസോഴ്സ്, അല്ലെങ്കിൽ നാട്ടുനടപ്പനുസരിച്ച് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പൊ അതിന് ബന്ധം കൊണ്ടുപോകുമ്പോൾ ചിലരെങ്കിലും അതിന്റെ യഥാർത്ഥ സൗന്ദര്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ യഥാർത്ഥ സൗന്ദര്യം എന്നുള്ളത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ വനത്തില് ഒരു വലിയ മരം ഉണ്ടെന്നിരിക്കട്ടെ. ആ മരം അവിടുത്തെ പക്ഷികൾക്കും പ്രാണികൾക്കും മണ്ണിലെ സൂക്ഷ്മജീവികൾക്കൊക്കെ ഒരേപോലെ തണലും അഭയവും നൽകി പോകുന്നുണ്ട്, അല്ലെ? അവരുമായി ഇഴചേർന്ന് ജീവിക്കുന്നുണ്ട്. ഇതിലെ ജീവജാലങ്ങളെല്ലാം തമ്മിൽ ഇഴചേർന്ന് ജീവിക്കുന്നുണ്ട്. ഇതുപോലെ ജീവിക്കുമ്പോൾ ഇവ തമ്മിലുള്ള ആ ഹാർമണി എന്നുള്ളത് അവിടെ വെളിപ്പെടും. ഈ ഹാർമണി എന്നുള്ളത് സൗന്ദര്യമാണ്. അത് സുന്ദരമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ഗാനം പോലെ, ഈണം പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥയാണ്. അതിന് സ്വാഭാവികമായിട്ടൊരു ഒഴുക്കുണ്ട്. അവിടെ ഫ്രിക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. ഇതുപോലെ ബന്ധങ്ങളെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ തന്നെയാണോ എല്ലായിടത്തും നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഈ സ്നേഹം എന്നുള്ള വികാരത്തിന് പ്രസക്തി ഉള്ളിടത്താണ് ഈ വിധത്തിലുള്ള എന്താ പറയാ ഒഴുക്ക് നടക്കുന്നത്, അല്ലെ? സ്നേഹം എന്ന് വെച്ചാൽ എന്താ? ജീവിതത്തിന്റെ ഒരു വഴുവഴുപ്പാണ്. സ്നേഹം എന്നുള്ള ആ പദത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കർഷണമില്ലാതാക്കാൻ വേണ്ടിയിട്ട്
ആണ് പലയിടത്തും സ്നേഹമയം ഉണ്ടാകുന്നത്. കർഷണമില്ലാതിരിക്കാൻ, തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ. ഈ മനുഷ്യർ പരസ്പരം ഇടപെടുന്ന സമയത്ത് പലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ, തട്ടിപ്പുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലുകളും മുട്ടലുകളും ഉണ്ടാകാറുണ്ട്. തട്ടിപ്പുകൾ, ബോധപൂർവം ആ തട്ടിക്കുന്ന പരിപാടിയാണ് തട്ടിപ്പ് എന്ന് പറയുന്നത്. തട്ടിപ്പുകൾ ഉണ്ടാവാറുണ്ട്. ഇത് ഇല്ലാതെയാകണമെങ്കിൽ അവിടെ സ്നേഹം ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ യന്ത്രങ്ങൾക്കൊക്കെ അത് സുഗമമായിട്ട് ഒഴുകാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, തട്ടലും മുട്ടലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അവ തമ്മിൽ ഒരു തമ്മില് ഒരു ആശയപ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഒരു ധാരയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള അവസ്ഥ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ മനുഷ്യർക്ക് ഒരു ഏകതാളത്തിലെത്താൻ കഴിയാത്തത് എപ്പോഴും എന്താ വെച്ചാൽ ബന്ധങ്ങളിൽ ഈ തടസ്സങ്ങളും അസ്വസ്ഥതകളും വരുന്നത് കൊണ്ടാണ്. അത് സ്നേഹത്തിന്റെ കുറവ് കൊണ്ടാണ്. നമ്മളിപ്പോ ഈ കാര്യത്തെ ഒരു യന്ത്രവുമായിട്ട് ചേർത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ ഗിയറുകൾ തമ്മിൽ തട്ടി 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 പരസ്പരം മുട്ടി കേടുവന്നിരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ഒഴിവാക്കാനായിട്ടാണ് ഈ എഞ്ചിൻ ഓയിൽ എന്നുള്ള സംഭവം ഒഴിക്കുന്നത്. അതുപോലെ മനുഷ്യബന്ധങ്ങളിൽ തർക്കങ്ങളില്ലാതെ, പിണക്കങ്ങളില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ സ്നേഹം എന്നുള്ളത് എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. സ്നേഹം എന്നുള്ളത് എന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. മമ എന്ന് പറയുന്ന നമ്മുടെ പൊസസീവ്നെസ് ആണ് നമ്മൾ സ്നേഹമായിട്ട് മനസ്സിലാക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് അതല്ല. സ്നേഹം എന്നുള്ളത് പരസ്പരം എഴുകി പോകുവാനുള്ള ആ പരസ്പര ആദരവാണ്, പരസ്പരമുള്ള അറിവാണ്, പരസ്പരമുള്ള കരുതലാണ്. എനിക്ക് നിന്നിൽ നിന്നെ തട്ടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നിർത്തണമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവുക. എന്റെ കാര്യങ്ങൾ നടത്താൻ നീ അരികിൽ വേണമെന്ന് പറയുന്നത് സ്നേഹമല്ല, അത് പൊസസീവ്നെസ് ആണ്. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഈ നമ്മുടെ ബോധപരിണാമം വെച്ചിട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ബോധം എത്രത്തോളം വികസിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ഇപ്പൊ ഒരു കല്ലിന് ഈ ഒരു സ്നേഹം ഉണ്ടാകേണ്ട ആവശ്യകതയില്ല, ഉണ്ടോ? കല്ല് അതിന്റെ ആ ജഡത്വത്തിൽ ഊന്നിയ ഒരു തരം അവബോധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോ മനുഷ്യരെ എടുക്കുക. ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ ജീവിയും, കല്ലിന്റെ കാര്യം പറഞ്ഞതുപോലെ ഓരോ ജീവിയും, കല്ല് ജീവിയാണെന്ന് ചോദിച്ചാൽ അല്ല, കല്ല് ഒരു അജൈവ വസ്തുവാണ്. ചേതനം ആ രീതിയിലാണല്ലോ പോവുക. അപ്പോ ഇങ്ങനെ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായിട്ടുള്ള പ്രത്യേക ബോധതലത്തിലാണ് നിൽക്കുന്നത്. ഈ വ്യത്യസ്തമായ ബോധം, വ്യത്യസ്തമായ ജീവിത രീതിയിലുള്ള ജീവജാലങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരുമിച്ച് നിൽക്കാൻ പ്രകൃതി ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രകൃതി അതിനൊരു അനുവദിക്കുന്നുണ്ടല്ലോ. ആ അനുവാദം എന്നുള്ളത് അതിന്റെ സമഗ്രതയിൽ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ വൈവിധ്യം എന്ന് പറയുന്നത്, പ്രകൃതിയുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നതിന്റെ ആ സിംബയോസിന്റെ യഥാർത്ഥ ബ്യൂട്ടി അനുഭവിക്കാൻ കഴിയുള്ളൂ. അത് പ്രകൃതി നമ്മളെ ഇവിടെ എല്ലാം അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത് പരസ്പര പൂരകങ്ങളായിട്ടാണ് എന്നതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നത് ഈ സമഗ്രത മനസ്സിലാകുന്നവർക്കാണ്. ഇപ്പൊ ഒരേ മണ്ണിൽ ചെറിയ ഒരു പുൽച്ചെടിയാണെങ്കിൽ ശരി, ഒരു ഭീമാകാരമായിട്ട് വടവൃക്ഷവും തങ്ങളുടെ തനതായ രീതികൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ. ആ ചേർന്ന് നിൽപ്പെന്ന് പറയുന്നത് ഈ വ്യത്യസ്ത തലങ്ങളിലുള്ള രണ്ട് ബോധതരങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് ചേർന്ന് നിൽക്കാതെ പരസ്പര പൂരകത എന്നുള്ളത് വിട്ടിട്ട്, സിംബയോസിന്റെ അവസ്ഥ വിട്ടിട്ട് ഞാൻ മാത്രം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാവുക. അതായത് എനിക്ക് ഒരു താളമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ സൗകര്യങ്ങളുണ്ട്, ആ സൗകര്യത്തിൽ നിന്നാൽ മതി. ഇതുപോലെ മറ്റുള്ളവർക്ക് ഒരു ജീവതാളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പലപ്പോഴും. അത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അസ്വസ്ഥത അനുഭവിക്കുന്നത് കണ്ടിട്ടില്ലേ പലപ്പോഴും? കുട്ടിയുടെ കയ്യിൽ ഒരാള് ഒരു സാധനം കഴിക്കുന്നത് കണ്ടു, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ കുട്ടി കരഞ്ഞു തുടങ്ങും. അയാൾ കഴിച്ചോട്ടെ എന്ന് വരാനുള്ള ഒരു പാകം വരണമെങ്കിൽ കുറച്ചുകൂടെ പ്രായമാണ്. അപ്പോ എന്റെ രീതിയിൽ തന്നെ, എന്റെ ഇഷ്ടത്തിന് തന്നെ, എന്റെ ചിന്തകൾക്കനുസരിച്ച് തന്നെ, എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ മറ്റുള്ളവര് പ്രവർത്തിക്കണമെന്ന്, അവര് അതുപോലെ ചിന്തിക്കണമെന്ന്, അവർ അതുപോലെ ജീവിക്കണമെന്ന് നമുക്ക് ശാഠ്യം തോന്നിയാൽ നമ്മുടെ മനസ്സമാധാനം പോകില്ലേ? അപ്പോ നമ്മുടെ താളത്തെ പ്രകൃതിയുടെയും മറ്റുള്ളവരുടെയും താളവുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മുടെ താളം, നമുക്കൊരു താളമുണ്ട്. ഈ താളം മറ്റുള്ളവരുടെ താളവുമായി പൊരുത്തപ്പെടുക എന്നുള്ളൊരവസ്ഥയുണ്ട്. സിൻക്രണയിലാവുക, ഹാർമണിയിലാവുക എന്നുള്ളത്. ഇപ്പോ ഒരു സുഹൃത്ത്
എപ്പോഴും ബഹളം വെക്കുന്ന ഒരു സുഹൃത്തിന്റെ ഒപ്പം ആയിത്തീരാൻ ഒരു സുഹൃത്ത് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സുഹൃത്ത് ഇയാളെ മാറ്റാൻ ശ്രമിക്കുമെന്നിരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ ആളെ ശാന്ത സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ ഇതിനകത്ത് ഫ്രിക്ഷൻ വെക്കുകയാണ്. എന്റെ രീതിക്ക് അനുസരിച്ച് മാറണം എന്ന് പറഞ്ഞിട്ട് ഒരു നിർബന്ധം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. എപ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നത്, രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരാൾ മറ്റേയാളുടെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പെരുമാറിയില്ല, അല്ലെങ്കിൽ നീ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ശാഠ്യാണ്. ഇപ്പൊ ഞാൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ തയ്യാറാണെന്ന എന്റെ ഉള്ളിലെ സന്നദ്ധതയുണ്ടല്ലോ, അത് അയാളുമായിട്ട് അനുരൂപപ്പെടാൻ കാരണമാകും. അത് അതേസമയം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പെരുമാറണം എന്ന് പറയുന്നിടത്ത് ഫ്രിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് സത്യത്തിൽ ഈ ശാഠ്യമാരാണ് പിടിക്കുന്നത്? അഹമാണ് അല്ലെ. എനിക്ക് എന്റെ അഹമുള്ളത് കൊണ്ട് എന്റെ ക്രമത്തിൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു അവകാശമാണ്. എനിക്കങ്ങനെ ജീവിക്കാം, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. ഇതേപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് അതേപോലെ തന്നെ ജീവിക്കാം. ഇത് രണ്ടും വ്യത്യസ്ത സ്വഭാവങ്ങൾ, രണ്ട് വ്യക്തികളും വ്യത്യസ്ത സ്വഭാവങ്ങൾ. ഉറപ്പായിട്ടും രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് രണ്ട് വ്യത്യസ്തത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ രണ്ടായിട്ട് നിൽക്കുന്നത്. ഇത് തമ്മില് പരസ്പര പൂരകമാകാവുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് കാര്യം. ആ പരസ്പര പൂരകമാകാവുന്ന ഒരുമിക്കാവുന്ന ഏരിയകൾ കണ്ടെത്തുക എന്നുള്ളതാണ് കാര്യം. അപ്പോ അവരുടെ ഉള്ളിൽ അത് കാണാൻ കഴിയാതെ വരുന്നത് എന്റെ അഹത്തിന്റെ പരിമിതി കൊണ്ടാണ്. എന്റെ അഹന്ത എന്ന് പറയുന്ന സംഭവത്തിന്റെ ശാഠ്യമുണ്ടല്ലോ, ഞാൻ അഹം എന്ന് പറയുന്നതിന്റെ ഒരവസ്ഥ വിട്ടിട്ട് വെളിയിലേക്ക് പോലെ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പോ അച്ഛന്മാരും മക്കളുടെ താല്പര്യം പൂർണ്ണമായിട്ട് അവഗണിച്ച് എന്റെ ഇഷ്ടങ്ങളും എന്റെ കരിയറും മാത്രം നടന്നാൽ മതി എന്ന് മക്കളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. അത് അഹമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്ത് മറ്റൊരാളിൽ, അത് അച്ഛനും മകനും ആണെങ്കിൽ പോലും എന്റെ ഇഷ്ടം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഫ്രിക്ഷൻ കാരണമാകും. ഇതുപോലെ തന്നെ വേറൊരു ഈ ചേർച്ച എന്ന് പറയുന്നത് പ്രകൃതി കാര്യങ്ങളെ പരസ്പര പൂരകങ്ങളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രൈണതയും പൗരുഷവും. സ്ത്രൈണത എന്ന് വെച്ചാൽ ആവർത്തിത ചലനങ്ങളിലൂടെ ചാക്രികമായിട്ട് ജീവിക്കുന്നതാണ്. പൗരുഷം എന്ന് പറയുന്നത് നിൽക്കുന്നിടത്ത് നിന്നും ദൂരത്തേക്ക്, അത് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് വളർന്നു പോകുന്ന ചലിക്കുന്ന ഒരു അവസ്ഥയാണ് പുരുഷത്വം എന്ന് പറയുന്നത്. അപ്പോ ഓരോ വ്യക്തിയിലും ഈ സ്ത്രൈണത എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള, അവയെ ചാക്രികമായി കൊണ്ടുപോകാനുള്ള, അവയെ നിലനിർത്താനുള്ള ഒരു അവസ്ഥ ഇവിടെ ഏതൊരു സത്തയിലും ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാത്തിലേക്കും കടന്നു കയറി അതിനെ ആധിപത്യം സ്ഥാപിച്ച് അതിനെ രേഖീയമായിട്ട് കൊണ്ടുപോകുന്ന രീതിയും എല്ലാവരിലും ഉണ്ടാവും. അപ്പോ എന്നിലെ ആ രീതി രണ്ടുമുണ്ട് എന്നുള്ളപ്പോ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ ആധിക്യത്തിനോട് അനുരൂപപ്പെടാനും അയാളുടെ അനുരൂപതയിലേക്ക് ഞാൻ ആധിപത്യം സ്ഥാപിക്കാന്ന് വെച്ചാൽ കയറി ഇടപെടുന്ന, അതിനെ കേടുവരുത്തുന്ന രീതിയില്ല, അതിലേക്ക് ചേർന്ന് നിൽക്കാനുമുള്ള എന്റെ കഴിവാണ് എന്നിലെ ആ സ്ത്രൈണ പുരുഷങ്ങളുടെ എന്നിലുള്ള ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോ സാധാരണ രീതിയിൽ ഹൃദയത്തില് ഊന്നിക്കൊണ്ടുള്ള വൈകാരികതകളുടെയും സഹാനുഭൂതിയുടെയും ഒരവസ്ഥയാണ് സ്ത്രൈണതയ്ക്കുള്ളതെങ്കിൽ ബുദ്ധിയിലും യുക്തിയിലും ഊന്നിയുള്ള ഒരു പ്രായോഗിക ചിന്തയാണ് പൗരുഷത്തിനുള്ളത്. ഇവ തമ്മിൽ പരസ്പര പൂരകമാകണം. എന്നിലെ കുറവ് അവിടെ അതും അതിലെ കുറവ് ഞാനും നികത്തുന്ന രീതിയിൽ പരസ്പര പൂരകങ്ങളാണ്. ഇപ്പൊ ഒരു കുടുംബം എടുക്കുക, കുടുംബത്തിലെ പ്രതിസന്ധി ഘട്ടത്തില് ഒരാള് വൈകാരികമായിട്ട് എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്ന സമയത്ത് മറ്റൊരാൾ ആ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ യുക്തിബോധം ചിന്തിക്കുക എന്ന് പറയുന്നത്, കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് സ്ത്രൈണ പൗരുഷങ്ങളുടെ സമമായ ചർച്ചയാണ്. ഇത് വ്യക്തികൾക്കിടയിൽ, എല്ലാ വ്യക്തികൾക്കിടയിലും ഇത്തരം ഒരു അവസ്ഥയുണ്ടെങ്കിൽ, ഞാനും മറ്റൊരു സത്തയും തമ്മിൽ ചേരുകയാണെങ്കിൽ എന്റെ സ്ത്രൈണതയും എന്റെ പൗരുഷവും അയാളുടെ സ്ത്രൈണതയും അയാളുടെ പൗരുഷവുമായിട്ട് എത്രത്തോളം ചേർന്ന് പോകുന്നു എന്നുള്ളതിന് വല്ലാതെ പ്രാധാന്യമുണ്ട്. അപ്പോ പ്രശ്നങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് ഇവ തമ്മിൽ ചേർച്ചയില്ലാതെ വരുമ്പോഴാണ്. ലോകത്ത് ഇഷ്ടംപോലെ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടാൻ നമ്മൾ സന്നദ്ധമാകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടും സമാധാനമായിട്ടിരിക്കും.
അതേസമയം നമ്മൾ അവയോട് വിരുദ്ധങ്ങളായിട്ട നിലപാട്, ഞാൻ എന്റെ എന്ന് പറയുന്ന ഒരു അവസ്ഥ നിന്ന് കഴിഞ്ഞാൽ ഇത് മുൻപോട്ട് പോകാതെ പോകും. താളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എന്റെ മനസ്സിനകത്താണ് താളമുള്ളത്. എന്റെ മനസ്സിനകത്തെ താളം അന്യന്റെ താളത്തിനോട് സമരസപ്പെടാൻ തയ്യാറാകുന്ന സമയത്ത് എന്റെ മനസ്സിൽ ശാന്തി ഉണ്ടാവും. നമ്മളെ മുന്നിലുള്ള ഈ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടല്ലോ, വലിയ വലിയ പാറക്കെട്ടുകളെ പോലെയുള്ളവ, അതിനെ തട്ടിമാറ്റാൻ ശ്രമിക്കാതെ അവയെ ചുറ്റി വളഞ്ഞ് ഒടുവിൽ സമുദ്രത്തിൽ ചെല്ലുചേരുന്ന ഒരു അരുവിയുടെ ഒരു ഒഴുക്കുണ്ടല്ലോ, അതുപോലെ സാഹചര്യങ്ങളോട് ഇണങ്ങുകയാണ്. മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതെന്തിനാ പ്രതിസന്ധി വന്നത്, അതെന്തിനാ അങ്ങനെ നിൽക്കേണ്ട കാര്യം, നീ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ചോദ്യങ്ങളില്ലേ, ഈ ചോദ്യങ്ങൾക്ക് പകരം അത് മാറ്റിയിട്ട് അതവിടെ നിൽക്കട്ടെ, അതിനെ തട്ടിമാറ്റാൻ നിൽക്കണ്ട, അതവിടെ നിന്നോട്ടെ, പ്രതിസന്ധി അവിടെ നിന്നോട്ടെ. ഇതിനെ ചുറ്റുവളഞ്ഞു പോകുന്ന നദിയുടെ ഒരു ഒഴുക്കില്ലേ, ഇതുപോലെ നമ്മുടെ മുന്നിൽ വരുന്നതെല്ലാം തന്നെ അവയ്ക്ക് അവയുടേതായിട്ടുള്ള സ്പേസ് അവിടെ ഉള്ളത് കൊണ്ടാണ് അത് അവിടെ വന്ന് നിൽക്കുന്നത്. അവയെ നമ്മളൊരു ഒരു ഒരു എന്താ പറയാ അധിനിവേശ സ്വഭാവത്തിൽ ഒരു സ്ത്രൈണഭാവത്തോടു കൂടി അതിനെ അപ്പുറത്തോട് അതിജീവിച്ചു പോയി കഴിഞ്ഞാൽ, ഇനി അഥവാ അവിടെ സ്ത്രൈണഭാവത്തിലാണ് നിൽക്കുന്നത്, അവിടെ നമ്മൾ ആ പൗരുഷഭാവത്തോടുകൂടി അതിനകത്തൂടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സമരസപ്പെടും, പരസ്പര പൂരകങ്ങളാകും, അപ്പൊ ബന്ധങ്ങൾ നിലനിൽക്കും. അതല്ലാതെ രണ്ടും ഒരുപോലെ നിന്നാൽ നമ്മൾ ആരോടാണോ ഇടപെടേണ്ടത്, നമ്മുടെ പരിസരത്തോട് ഇടപെടുന്ന സമയത്ത്, നമ്മുടെ അച്ഛനോട് അമ്മയോട് സഹോദരത്തോട് ഇടപെടുന്ന സമയത്ത് നമ്മളെവിടെ അതും ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്, ഞങ്ങൾക്കിടയിൽ ആ സമാനമായിട്ടുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ കണക്കാക്കിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോ ബന്ധങ്ങളിലെ താളം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് മറ്റുള്ളവയുമായിട്ട് ഹാർമോണിയസ് ആവാനുള്ള ഒരു ചിന്താപദ്ധതി ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റുള്ളവയുടെ സ്പേസിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക, മറ്റുള്ളവരെ വ്യക്തിയായിക്കോട്ടെ, ജീവി ആയിക്കോട്ടെ, ജന്തു ആയിക്കോട്ടെ, ഒരു സസ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വസ്തു ആയിക്കോട്ടെ, അവയോട് അനുരൂപപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് സമാധാനം ഉണ്ടാവും. അത് അനുരൂപപ്പെടാതിരുന്നു കഴിഞ്ഞാൽ സമാധാനം അങ്ങ് പോയി കിട്ടും. ഇത് ക്രമം എന്നുള്ളൊരു അവസ്ഥയായിട്ട് വരുമ്പോൾ ഇതിൽ ചെറിയ ഭേദങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു കല്ല് വന്ന് വീണിരിക്കുന്നു, അപ്പൊ അതിനോട് സമരസപ്പെടാൻ, നമ്മൾ ഈ കല്ലവിടെ കിടന്നിട്ട് സമരസപ്പെടുമ്പോൾ നമ്മൾ ഈ ഓർഡർ എന്നുള്ള വീടിന്റെ ഓർഡർ എന്നുള്ള അവസ്ഥ തെറ്റിപ്പോകും. അപ്പൊ ഇത് വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. എങ്കിലും വ്യക്തിബന്ധങ്ങളിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നതാണ്. ചിലടത്ത് നമ്മൾ മിക്കവാറും എടുത്തതാൻ അതുമായിട്ട് അനുരൂപപ്പെടുന്നെങ്കിൽ സമാധാനം കിട്ടും. ചിലത് നമ്മുടെ ധർമ്മം ഉപയോഗിച്ചുകൊണ്ട് ചിലതിനെ ഒന്ന് വഴി മാറ്റി വെക്കേണ്ടിയൊക്കെ വരും. അത് ചിലയിടങ്ങളിൽ അത് വിവേകത്തോടെ ഈ കാര്യത്തെ കണ്ടു മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. എന്താണെങ്കിലും ബന്ധങ്ങളിലെ ആ താളമുണ്ടല്ലോ, രണ്ടു ബന്ധങ്ങളുണ്ടെങ്കിൽ രണ്ടും ബന്ധവും ഏകതാളത്തിലായിരിക്കുമ്പോൾ അവിടെ അവർക്കിടയിൽ, ആ വ്യക്തികൾക്കിടയിൽ, ആ കൂട്ടത്തിനിടയിൽ, ആ പരിസരത്ത് സമാധാനം ഉണ്ടാവും. അതല്ല നമ്മൾ അതിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇവ ഈക്വൽ ആണെന്നുള്ള രീതിയിൽ രണ്ടുപേരും അഹം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൂട്ടിയിടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രക്ഷുബ്ധ തീരുകയില്ല, പ്രശ്നങ്ങൾ തീരുകയില്ല. അപ്പോ പ്രകൃതിയുടെ വൈവിധ്യത്തെ അംഗീകരിക്കും, ആ വൈവിധ്യത്തിന്റെ ഓരോന്നിനും എന്നെപ്പോലെ തന്നെയുള്ള സമാന അവകാശങ്ങളും സ്ഥാനവും ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ആദരിച്ച് അതിനോട് സമരസപ്പെടുക, സിംബയോട്ടിക് ആയിട്ട് നിൽക്കുക, എങ്കിൽ ബന്ധങ്ങളിലെ താളം നടപ്പിലാണ്. അതിനുള്ള തിരിച്ചറിവ്, വിവേകം, നിരീക്ഷണം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.